ഹേ ഗായ്സ്, സോ എല്ലാവരും എക്സാമും കാര്യങ്ങളൊക്കെ എഴുതി വന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ ലാംഗ്വേജിൻ്റെ എക്സാം ആയിരുന്നു. സോ ഹിന്ദിക്കാർ ഹിന്ദി എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ മലയാളം എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. പിന്നെ എൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റിലോട്ട് പറയുന്നുണ്ട്. സോ എന്തായാലും വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് കാണാം. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, എന്താണ് ഒരു സബ്സ്ക്രൈബ് അല്ലേ, അത് ചെയ്തേക്ക്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സോ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്, അതും ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓരോ 1 വേർഡ് പോലെ എഴുതുക വേണ്ടത്. സോ ഈ പറയുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ. സ്വപ്ന വാലെ മാനോ കഹാ ചढ़ते जा रहे हैं ആകാശ്, അപരാധ് കിസ്കി കഹാനി ഹെ, ഉദയ് പ്രകാശ്. പിന്നെ നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ആ ഒരു ബൂഡ ആദ്മിന്റെ ലൈന് തന്നിട്ട് ആരാ പറഞ്ഞെന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ആൻസർ ബൂഡ ആദ്മിയാണ്. പിന്നെ മധുറുദു കിസ്വിദാക്കി രചന ഹെ, കവിത. ജല്ലാദ് ദാരോഗ ബീർബൽ സിംഗ് ആണ്. പിന്നെന്താ നെക്സ്റ്റ് 6th തൊട്ടിട്ട് 8th വരെയുള്ള ക്വസ്റ്റ്യനിൽ 2 നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ 6th ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ക്വസ്റ്റ്യൻ വേർഡ് തന്നിട്ടുണ്ട്, കോനും ക്യായും. അത് വെച്ചിട്ട് ആ ഒരു സെന്റൻസ് 2 ക്വസ്റ്റ്യൻ ആക്കിയിട്ട് മാറ്റാൻ. സോ ക്യാ വെച്ചിട്ടും കോൻ വെച്ചിട്ടും. സോ കോൻ ബുൽബുലോ സെ കേൾക്കർ കവിത ബനാത്ത ഹെ ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ആദ്മി ബുൽബുലോ സെ കേൾക്കർ ക്യാ ബനാത്ത ഹെ 2 ക്വസ്റ്റ്യൻ ആയി. പിന്നെ 7th ക്വസ്റ്റ്യൻ ബാങ്ക് ക്ലർക്ക് കാ ചെഹ്റ ക്യോ പ്രസന്നത സെ കിൽ ഉഡ. അത് ഞാൻ ലാസ്റ്റിൽ തൊട്ട് ഒരു 2 സെന്റൻസ് ഒന്ന് വെച്ചിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഹസ്തലിപി ഭയങ്കര സുന്ദരമായതുകൊണ്ട് എന്താണ് നമ്മുടെ ലേഖക് പ്രശംസിച്ചത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് 2 ലൈൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് 7th ക്വസ്റ്റ്യൻ്റെ ആൻസർ. പിന്നെ 8th ക്വസ്റ്റ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇബ്രാഹിം അലി ആദർശ് നേതാ ഹേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് എഴുതണം, അത്രയേ ഉള്ളൂ. അത് സിമ്പിളായിട്ട് നമുക്ക് 2 മാർക്ക് കിട്ടുന്ന സാധനം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് നമുക്ക് വന്ന കവിത എന്ന് പറയുന്നത് പത്രക്കി ബെഞ്ചാണ്. ഇപ്പോൾ പത്രക്കി ബെഞ്ച് കുഴപ്പമുണ്ടായില്ല. സോ 9th to 11 വരെയുള്ള ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. സോ കിസ്കെ ലിയെ ഹത്യാവോं का सिलसिला शुरू हो सकता है पत्थर की बेंच. പിന്നെ പത്ഥർ की बेंच पर क्या क्या अंकित है, അത് ആസു, പ്രേം, തക്കാൻ, വിശ്രാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. പിന്നെ 11th ക്വസ്റ്റ്യൻ നമ്മുടെ ടിപ്പണിയായിരുന്നു. പിന്നെ 12 to 16 വരെയുള്ള ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ ദോഹ വന്നിട്ടുണ്ട്, അത് കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ വാക്യ പല്ലവൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ വേഗം കത്തിയിട്ടില്ല എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഒരു ഡൗട്ട് പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലാസ്റ്റ് നോക്കിയപ്പോൾ കുഴപ്പമില്ലാണ്ട് എനിക്കൊരു മാച്ച് ആയിട്ട് തോന്നിയുകൊണ്ട് ഞാൻ ഒരു സെൻറ്റൻസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എഴുതിയെന്ന് വെച്ചാൽ സ്ത്രീ കെ ചെഹ്റേപ്പർ പീലെ ജലക് ചാഗയി. പിന്നെ സ്ത്രീ കെ ചെഹ്റേപ്പർ പ്രസന്നതാക്കി പീലെ ജലക് ചാഗയി, അതാണ് എഴുതിയത്. പിന്നെ നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ നമ്മുടെ ബഡേ ബായിൻ്റെ ചരിത്ര ടിപ്പണിയായിരുന്നു, കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ 15th വൺ പ്രൊഫൈല് പിന്നെ നമുക്ക് അറിയുന്ന ആൾ തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ഹീയും ഷീയും ഒന്നും കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ അത്ര കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമ്മുടെ മാസ്റ്റർ ഫോളോയിങ് ആയിരുന്നു. $20 देना फ्रैंकलिन, आम की गुठलियां बोना बूढ़ा आदमी, फल फूलों के बीज फेंकना संभ्रांत महिला, रेलवे टिकट देना ടിക്കറ്റ് ബാബു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ ബുക്ക് നെഹി ഹെ കഹത്തെ സമയം ദിലീപ് കോ കിസ്കി യാദ് ആയി, ആരെയാണ് ഓർമ്മ വന്നത്, അത് നമ്മുടെ കോംസാവാല ലഡ്കയുടെ അമ്മേനെയാണ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഗദ്യാംശ സംക്ഷേപൺ കരി, അത് ഞാൻ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ശരിയാണെന്ന് അറിയില്ല, എന്നാലും കിട്ടുമായിരിക്കും വിചാരിക്കുന്നു. പിന്നെ നെക്സ്റ്റ് 19 to 22 വരെയുള്ളതിൽ 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൽ ഈ 3 എന്ന് പറയുമ്പോൾ എനിക്കൊരു ഡൗട്ടാണ്, അത് 4 ക്വസ്റ്റ്യൻ ഒന്നും അല്ലേ, 3 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതിയോ എന്നൊരു ഡൗട്ട്. ഓക്കെ, അപ്പം നമ്മൾ അസ്ലം മരിച്ചപ്പോൾ ഉള്ള ആ ഒരു റിക്ഷാവാല, അതായത് നമ്മുടെ നയ റിക്ഷാവാലിൻ്റെ മിത്രും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരുന്നു. അത് കുഴപ്പമില്ലാന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോസ്റ്റർ വന്നിട്ടുള്ളത് ഗാന്ധി ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസ്റ്ററാണ്, അതായത് ഭാഷൺ പ്രതിയോഗിത സ്പീച്ച് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് നമ്മുടെ ചോട്ടേ ബായിക്ക് എന്താണ് സഹതാപമല്ല പശ്ചാത്താപം തോന്നിയിട്ടുള്ള ഡയറി എഴുതാൻ പറഞ്ഞു. പിന്നെ നമ്മുടെ 22nd ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താ അനുവാദമായിരുന്നു, അതും കുഴപ്പമില്ലാണ്ട് എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പായിരുന്നു. പിന്നെ നെക്സ്റ്റ് നമ്മുടെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫാനാണ് വിൽക്കാൻ പറഞ്ഞത്. ഫാനൊന്നും ഞാൻ വരച്ചിട്ടില്ല കേട്ടോ. ഞാൻ ലാസ്റ്റ് ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ ജസ്റ്റ് ഒന്ന് വേഗം വരച്ച് വെച്ചിട്ടുണ്ട്, അങ്ങനെ വോർ ക്വസ്റ്റ്യൻ പോലെ നിന്നോട്ട് നിർത്തി വരച്ചാണ്, ഫാനൊന്നും ഞാൻ വരച്ചിട്ടില്ല. പിന്നെ ഫിലിമി സമീക്ഷ കുഴപ്പമില്ലാണ്ട് എഴുതി. ആദ്യമായിട്ടാണ് 2 പേജ് ഫിലിമി സമീക്ഷ എഴുതുന്നത്, എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എഴുതിയതാണ്. പിന്നെ നെക്സ്റ്റ് ആർട്ട് സഹി ശബ്ദ ജോഡേ ലിഖെ, അത് റദ്ദ് കരെ ക്യാൻസൽ. നെക്സ്റ്റ് സ്റ്റെപ്പ് അലഗ് ശരൺ. പിന്നെ പ്രക്രം പ്രോഗ്രാം, സഞ്ചിക ഫയല്, സാജാ കരെ എന്ന് പറയുന്നത് ഷെയർ, ഈക്ഷൻ എഡിറ്റിങ്, സഹേജ് സേവ്. സോറി, സൗണ്ട് പെട്ടെന്ന് അടിച്ചു പോയതാണ്. പിന്നെന്താ സിമ്പൽ സങ്കേതം. പിന്നെ അപ്പോൾ എല്ലാം കഴിഞ്ഞു. പിന്നെ ലാസ്റ്റ് നമുക്ക്
वृद्धजनों के प्रति अत्याचार बढ़ने के एक അധികാർ പത്ര സൂചന അധികാർ പത്രമായിരുന്നു. അതും കുഴപ്പമില്ലാണ്ടൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും എഴുതാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അല്ലാണ്ട് അങ്ങനെ ടഫായിട്ടുള്ള രീതിയിലോ കുഴപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്താ ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ചോദിച്ചിട്ടില്ല. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത എക്സാം അത്രയേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ച് ലാംഗ്വേജ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ സെറ്റായിട്ട് എഴുതാൻ പറ്റും ഹിന്ദി എക്സാം. അപ്പം അത്രയേ ഉള്ളൂ. പിന്നെ എന്താ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ തുടക്കത്തിൽ കുറച്ച് വൃത്തിക്ക് എഴുതാൻ വേണ്ടി നിന്നിട്ട് ലാസ്റ്റിലോട്ട് എനിക്ക് ടൈം ഉണ്ടായിട്ടില്ല വായിച്ചു നോക്കാനൊന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം ഒന്നും വായിച്ചു നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്താ അത്രയേ ഉള്ളൂ. പിന്നെന്താ കുഴപ്പമുണ്ടായിട്ടില്ല. ഇംഗ്ലീഷ് പോലെ അത്രക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഇംഗ്ലീഷിൻ്റെ അത്ര ടഫോ അങ്ങനെ കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അപ്പം അത്രയേ ഉള്ളൂ. പിന്നെന്താ നാളെ ഒരു ദിവസം കൊണ്ട് നമ്മൾ ബിസിനസ് തീർക്കണം. അപ്പോൾ അതെന്ത് ചെയ്യുമെന്ന് അറിയില്ല, എന്തായാലും നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. മലയാളത്തിനെ പറ്റി പറയാം. പിന്നെ മലയാളത്തിനെ കുറിച്ച് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ കുഴപ്പമില്ല തന്നെയാണ്. ടൈമൊക്കെ കിട്ടിയിട്ടുണ്ട്, മാനേജൊക്കെ ചെയ്ത് എഴുതാൻ പറ്റി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അറിയില്ല. സോ മലയാളംകാർ കമൻറ്റ് ചെയ്യുക. പിന്നെ ഹിന്ദിക്കാർ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ ലവ് യു ആൻഡ് ബൈ.